ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി സേമിയ പായസമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. സേമിയ പായസം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഒരു പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടാക്കി അതിലേക്ക് സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം പായസത്തേക്ക് എടുത്ത് വെച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് ഞാനൊന്ന് കാരമലൈസ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഇതുപോലെ പാത്രത്തിലിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലായി ഇങ്ങനെ കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ അത് കാരമലൈസ് ആയി കിട്ടും കേട്ടോ. കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോവേ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി പായസത്തിൻ്റെ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ ഇതിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. കാരമലൈസ് ആയത് ഫുള്ള് പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം കൂടുതലെടുക്കും. അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് അലിയിച്ചെടുത്തതിന് ശേഷം ബാക്കി പാലും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. അതിനുശേഷം വറുത്ത് വെച്ച സേമിയ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിലും പിടിക്കും, അതുപോലെ തന്നെ സേമിയ കട്ട പിടിച്ചു പോകും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഫ്ലേവറിന് ആവശ്യമുള്ള ഒരു 4-5 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. കാഷ്യൂനട്ടൊക്കെ നന്നായി വറുത്തിട്ടിരുന്ന നല്ല ടേസ്റ്റ് അല്ലേ പായസം. കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷമാണ് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കിസ്മിസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാഷ്യൂനട്ട് കളറൊക്കെ മാറിയതിന് ശേഷം കിസ്മിസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കിസ്മിസ് ഒരു ബോൾ പോലെ വീർത്ത് വരും കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ നെയ്യോടുകൂടി പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുള്ളവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.